empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഋഷിലെ പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകനോടൊപ്പം നമ്മൾ കാണുന്ന സറേഫാത്തിലെ വിധവയെക്കുറിച്ചായിരുന്നു. ക്ഷാമത്തിൻ്റെ വരൾച്ചയുടെ ആ നാളുകളിൽ ഏലിയ പ്രവാചകന് കരുതലായി മാറിയ ആ സറേഫാത്തിലെ വിധവയെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. വഴിമുട്ടി നിന്ന, മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ കഷ്ടപ്പെട്ട് നിന്ന ആ ഒരു അമ്മയെ എപ്രകാരമാണ് കർത്താവ് ഏലിയ പ്രവാചകനെ അവളുടെ അടുക്കലേക്ക് അയച്ച് ഒരു വഴി വെട്ടി തുറന്നതെന്ന് നമ്മൾ കണ്ടു. ആ ക്ഷാമകാലത്ത് മുഴുവൻ കർത്താവിൻ്റെ ആ വലിയ ഒരു കരുതൽ അവർ അനുഭവിച്ചുകൊണ്ട് ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ലാതെ അവർ ആ സമയം കഴിഞ്ഞുകൂട്ടുന്നതായി നമ്മൾ കാണുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വഴിമുട്ടി നിൽക്കുന്നവർക്ക് എപ്പോഴും കർത്താവ് ഒരു വഴി തുറന്നു തരും എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിച്ചത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് എത്ര വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ ആയിക്കൊള്ളട്ടെ, അവിടെ എല്ലാം വഴി തുറന്നു തരുന്നവനാണ് നമ്മുടെ കർത്താവ്. സങ്കീർത്തകനായ ദാവീദ് 25-ാം അധ്യായത്തിൽ 4-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ മാർഗങ്ങളും കർത്താവിൻ്റെ പാതകളും ഒക്കെ ഒരു കാരണവശാലും മനുഷ്യബുദ്ധിക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാനുള്ളൊരു കൃപയ്ക്കായിട്ടാണ് ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദാവീദിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. അങ്ങയുടെ വഴികളെ തിരിച്ചറിയുവാൻ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ശ്രേഷ്ഠകരമായ പാതകളെ മനസ്സിലാക്കുവാൻ കർത്താവേ കൃപ നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായി അങ്ങ് ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയുടെ ആ കാരുണ്യത്തിലേക്ക്, അങ്ങയുടെ വഴി നടത്തലിൻ്റെ ആ വലിയ മഹത്വത്തിലേക്ക് കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. Light of the world, you step down into darkness. Open my eyes, let me see. കർത്താവേ, ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. Beauty that made this heart adore you. Hope of the life spent with you. Hallelujah. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Hallelujah. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. ഹല്ലേലൂയ. കർത്താവേ, സ്തുതികൾക്ക് യോഗ്യനായവനെ, സർവ പ്രശംസയ്ക്കും അർഹനായവനെ, സർവശക്തനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ അനുനിമിഷം വഴി നടത്തുന്ന സ്നേഹനിധിയായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. King of all days, oh so highly exalted, glorious in heaven above. ഹല്ലേലൂയ. Humbly you came to the earth you created, all for love's sake became poor. Here I am to worship. Here I am to bow down. Here
bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്തുതികൾക്ക് യോഗ്യനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന, അത്ഭുതങ്ങൾ മാത്രം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിൻ്റെ അത്ഭുതകരമായ ആ വഴി നടത്തലിലൂടെ നടന്ന് കർത്താവിൻ്റെ ആ കരുതലിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപയിൽ മുന്നോട്ട് പോകുവാൻ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ എപ്പോഴും കർത്താവിനോട് ചേർന്ന് പോകുന്ന കുടുംബമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സറേഫാത്തിലെ വിധവയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സറേഫാത്തിലെ അല്ലെങ്കിൽ സറപ്തായിലെ വിധവയുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ കണ്ടു, അവൾ വഴിമുട്ടി നിന്ന ഒരവസ്ഥയിൽ ഏലിയാ പ്രവാചകൻ അവിടേക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നതായി നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്, കർത്താവ് തന്നെ പറയുന്നത് അവിടെ ഒത്തിരിയേറെ സ്ത്രീകളുണ്ടായിരുന്നു, എന്നാൽ ഏലിയായെ കർത്താവ് അയച്ചത് ഈ ഒരു വിധവയുടെ അടുക്കലേക്കായിരുന്നു. എന്തായിരുന്നു ഈ ഒരു വിധവയുടെ, സറേഫാത്തിലെ ഈ ഒരു വിധവയുടെ പ്രത്യേകത എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവൾ ഈ ഒരു അത്ഭുതത്തിന് പാത്രമായി തീർന്നത്? അവൾ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ വചനഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം, അവിടെ 15-ാം തിരുവാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. ഏലിയ പ്രവാചകൻ എന്ത് പറഞ്ഞോ അത് അവൾ അതുപോലെ അങ്ങോട്ട് അനുസരിച്ചു. എന്തായിരുന്നു ഏലിയ പ്രവാചകൻ പറഞ്ഞത്? നമുക്ക് ആ ഭാഗം ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. 13-ഉം 14-ഉം തിരുവാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരു അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണ്ടതാണ്, ആ സറേഫാത്തിലെ ആ ഒരു വിധവ അവസാനം ആ കലത്തിൻ്റെ അടിയിലുള്ള കുറച്ച് മാവെടുത്ത് തനിക്കും കുഞ്ഞിനും വേണ്ടി അപ്പം ഉണ്ടാക്കിയ ശേഷം അവർ മരിക്കാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ആ മാവ് കൊണ്ട് തനിക്കൊരു അപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഏലിയ പ്രവാചകൻ ചെല്ലുന്നത്. ഒപ്പം കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനവും ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വിധവ അവൾ മറ്റ് ഒരു ആശ്രയവും ഇല്ലാത്തവളായിരുന്നു. വളരെ ദരിദ്രയായ, ലോകത്തിൻ്റെ കണ്ണുകളിൽ കൂടി നോക്കിയാൽ യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത, വളരെ പാവപ്പെട്ട, ഒറ്റപ്പെട്ട, അനാഥയായ ഒരമ്മ. എന്നാൽ കർത്താവ് അവളിൽ കണ്ട ഒരു ഗുണം എന്തായിരുന്നു? ഏലിയ പ്രവാചകനെ അവൾക്ക് അറിയത്തില്ല. അവൾ ഒരു വിജാതീയായ സ്ത്രീയാണ്, ഇസ്രായേൽക്കാരി പോലുമല്ല. അവൾക്ക് ഇസ്രായേലിൻ്റെ ദൈവം ആരാണെന്നുള്ള അനുഭവമില്ല. എന്നിട്ടും ദൈവപുരുഷനായ ഏലിയ എന്തു പറഞ്ഞോ അത് അനുസരിക്കാൻ അവൾ തയ്യാറാവുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഏലിയ അത് ആവശ്യപ്പെട്ടപ്പോൾ അവൾ തനിക്കുണ്ടായിരുന്ന ആകെയുള്ളൊരു സമ്പാദ്യം എന്ന് നമുക്ക് പറയാം, ആ ഒരു പിടി മാവ്, അത് ഏലിയ പ്രവാചകനായി അവൾ കൊടുക്കുകയാണ്. അനുസരിക്കാൻ ഒട്ടും എളുപ്പമല്ലാത്ത, സൗകര്യം തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അവൾ ആയിരിക്കുന്നത്. പക്ഷേ
വില കൊടുത്ത് അവൾ അവിടെ അനുസരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തനിക്കും കുഞ്ഞിനും മാത്രം ഉണ്ടായിരുന്ന ആ ഒരു മാവ് കൊണ്ട് അവൾ അപ്പം ഉണ്ടാക്കി ഏലിയായ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അവൾ കർത്താവ് അവൾക്ക് നൽകിയ ഒരു വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയാണ്. കർത്താവ് പറഞ്ഞ കാര്യം അവൾ അടിമുടി വിശ്വസിക്കുകയാണ്. ഏലിയ പ്രവാചകനെ അനുസരിക്കുകയാണ്. അനുസരിച്ചപ്പോൾ കർത്താവ് അവിടെ വലിയ അത്ഭുതം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവളുടെ അനുസരണത്തിൻ്റെ പ്രവൃത്തിയെയാണ് ഇവിടെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തുന്നത്. തൊട്ടു മുൻപ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഏലിയ പ്രവാചകൻ ആണെങ്കിൽ പോലും അനുസരണത്തിൻ്റെ വലിയൊരു മാതൃകയാണ് നമുക്ക് അവിടെ നൽകുന്നത്. ആഹാബ് രാജാവിനെ വെല്ലുവിളിച്ച് ഇവിടെ ഇനി മഞ്ഞോ മഴയോ ഒന്നും വരികയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചു താമസിക്കുന്ന ഏലിയ പ്രവാചകനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ വചനഭാഗത്തേക്കൊന്ന് വരാം. 17-ാം അധ്യായം അവിടെ 3-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. ഏലിയ പ്രവാചകനോട് ഒളിച്ചു താമസിക്കാനായിട്ട് കർത്താവ് പറയുകയാണ്. തുടർന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കാം. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. അത് മനുഷ്യബുദ്ധിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ തുടർന്ന് കർത്താവ് പറഞ്ഞത് എന്താണ്? കാക്കകളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് അവന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. നാം ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയമുള്ളവരെ. ഒരിക്കലും ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്ന ഒരു സ്വഭാവം ഉള്ളതല്ല കാക്കയ്ക്ക്. എന്നാൽ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ കാര്യം കർത്താവ് പറഞ്ഞപ്പോൾ ഏലിയ പ്രവാചകൻ അത് വിശ്വസിക്കുകയാണ്, അത് അനുസരിക്കുകയാണ്. ആ ഒരു അരുവിയുടെ സമീപത്തേക്ക് ഏലിയ പ്രവാചകൻ പോവുകയാണ്. അവിടെ താമസിച്ചു. കർത്താവ് പറഞ്ഞത് പരിപൂർണമായിട്ടും അനുസരിക്കുകയാ. എന്താണ് റിസൾട്ട് ഉണ്ടായത്? നമുക്ക് 6-ാം വാക്യത്തേക്ക് ഒന്ന് കടന്നു വരാം. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവിടെ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നത്? കാലത്തും വൈകിട്ടും കൃത്യം ടൈം ടേബിൾ അനുസരിച്ച് കാക്കകൾ അപ്പവുമായിട്ട് വരികയാണ് ഏലിയ പ്രവാചകന്റെ അടുക്കലേക്ക്. എങ്ങനെയാണ് ഇത് സംഭവിച്ചേ? ഏലിയ പ്രവാചകന്റെ അനുസരണത്തെയാണ് കർത്താവ് അവിടെ അനുഗ്രഹിച്ച് ഒരു അത്ഭുതമാക്കി മാറ്റുന്നത്. ഇതേ ഏലിയ പ്രവാചകനോടാണ് തുടർന്ന് കർത്താവ് പറയുന്നത്. ആ ഒരു അരുവിയിലെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ കർത്താവ് ഏലിയ പ്രവാചകനോട് പറയുന്നതാണ് 9-ാം തിരുവാക്യം. നീ സീദോനിലെ സറൈഫാത്തിൽ പോയി താമസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ ഇക്കാര്യവും ഏലിയ പ്രവാചകൻ അനുസരിക്കുകയാണ്. അങ്ങനെയാണ്, ആ അനുസരണം മൂലമാണ് സറൈഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് ഏലിയ പ്രവാചകൻ എത്തുന്നത്. തുടർന്ന് സറൈഫാത്തിലെ വിധവയോടും കർത്താവ് പറഞ്ഞ കാര്യം അവൾ അനുസരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അനുസരണത്തിൻ്റെ ആ ഒരു വലിയ മഹത്വം, അതാണ് ഇന്ന് ഇവരിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. എങ്ങനെയാണ് ആ വിധവയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചത്? ആ ഒരു കലത്തിൽ മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി തന്നാൽ പിന്നെ നിനക്കൊരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, കലത്തിലെ മാവ് ഒരിക്കലും തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റില്ല എന്നൊക്കെ അതുവരെ പരിചയമില്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് വിശ്വസിക്കാൻ സാധിച്ചു. അതിനനുസരിച്ച് അവൾ പ്രവർത്തിക്കുകയാണ്. അനുസരണത്തിൻ്റെ ആ ഒരു വലിയ ശ്രേഷ്ഠതയാണ് സറൈഫാത്തിലെ വിധവയും ഒപ്പം തന്നെ ഏലിയ പ്രവാചകനുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ജെറമിയ പ്രവാചകന്റെ ഒരു ആഹ്വാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. 7-ാം അധ്യായം അവിടെ 23-ാം തിരുവാക്യം. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു. എന്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. നിങ്ങൾക്ക് ശുഭമായിരിക്കും. നിങ്ങൾക്ക് എല്ലാം നല്ലതായിരിക്കും. എപ്പോഴാണ്? കർത്താവ് പറഞ്ഞ മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ദൈവമായിരിക്കും. അപ്പോൾ നമുക്കെല്ലാം ശുഭമായിരിക്കുമെന്ന ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം.
എത്ര ശ്രേഷ്ഠതയേറിയ ഒരു വാഗ്ദാനമാണ് പ്രിയമുള്ളവരെ ഇത്. അനുസരണത്തിന്, കർത്താവിനോടുള്ള അനുസരണത്തിന് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് നമ്മൾ കേട്ടത്. കർത്താവ് നമ്മുടെ ദൈവവും നാം അവിടുത്തെ ജനവുമായിരിക്കും എപ്പോൾ? അവിടുത്തെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. വീണ്ടും യെശയ്യാ പ്രവാചകനും ഇതേ കാര്യം തന്നെ കർത്താവിൻ്റെ അരുളപ്പാടായി നമുക്ക് നൽകുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവാക്യം. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. വീണ്ടും അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കർത്താവ് അവിടെ അടിയുറപ്പിച്ച് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ അനുസരണം എന്ന് പറയുന്നത് എപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കണമെന്നില്ല. ഇവിടെ സറേഫാത്തിലെ വിധവയൊന്ന് ശ്രദ്ധിച്ചാൽ അവൾക്ക് ആ ഒരു കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. വലിയൊരു ചോയ്സാണ് അവൾ അവിടെ എടുത്തത്. ആകെ ഉണ്ടായിരുന്ന അപ്പം അത് ഏലിയാ പ്രവാചകന് നൽകുകയാണ്. അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. ഏലിയ പ്രവാചകനാണെങ്കിലും ബുദ്ധിതലത്തിൽ ചിന്തിച്ചാൽ അതൊന്നും അനുസരിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അവർ അന്ധമായി കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കുകയാണ്. കർത്താവ് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ടെന്ന് അവർ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ ബൈബിളിൽ ഉടനീളം ഇതുപോലെ കണ്ണുമടച്ച് അനുസരിച്ച് ഒത്തിരിയേറെ പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പിതാവ് പറഞ്ഞതെല്ലാം അതേപോലെ അനുസരിച്ച് നമ്മെ കാണിച്ചു തന്നവനാണ്. കർത്താവ് പിതാവിനോട് ചോദിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഇത് മാറ്റി തരണമെന്ന്. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എത്രമാത്രം വില കൊടുക്കേണ്ടി വരുമെന്നറിയാമായിട്ടും കർത്താവ് അവിടെ അനുസരിക്കുകയാണ്. ഹെബ്രായരുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം തിരുവാക്യത്തിൽ തിരുവചനം ഇത് നമുക്ക് ഉറപ്പിച്ചു തരുന്നുണ്ട്. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പുത്രനായിരുന്നിട്ടും കർത്താവ് എന്താ നമുക്ക് കാണിച്ചു തന്നത്? സഹനത്തിലൂടെയാണ്. ഒരിക്കലും അത് എളുപ്പമുള്ള കാര്യമായിട്ട് പറയുന്നില്ല. സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. അത് നമുക്ക് കാണിച്ചു തന്നു, നമുക്ക് മാതൃകയാക്കി തന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൽപ്പനകൾ അത് എളുപ്പമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അനുസരിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. അനുസരിച്ചാൽ അവിടെ ഐശ്വര്യമുണ്ട്, എല്ലാം ശുഭമായിരിക്കുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. നമുക്ക് ചരിത്രമൊന്ന് പരിശോധിച്ചാൽ അബ്രാഹത്തെ ഒന്ന് ചിന്തിച്ചു നോക്കി. അബ്രാഹത്തെ കർത്താവ് വിളിച്ച് അനുസരിക്കാൻ ഒരു കൽപ്പന കൊടുത്തപ്പോൾ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ശൂന്യതയായിരുന്നു. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പരിപൂർണ അനുസരണമാണ് അബ്രാഹം നമുക്ക് കാണിച്ചു തരുന്നത്. വീണ്ടും മോശയെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മോശ ഒളിച്ചോടിപ്പോകുന്ന ഒരു ദേശത്തേക്ക് തിരിച്ച് അവിടുത്തെ ഫറവോയെ വെല്ലുവിളിക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ എത്രമാത്രം റിസ്ക് ഉണ്ടെങ്കിലും അനുസരിക്കാൻ മോശ തയ്യാറാവുകയായിരുന്നു. അവൻ ഒളിച്ചോടിപ്പോകുന്ന ഒരു ദേശത്തേക്ക് 40 വർഷങ്ങൾക്ക് ശേഷം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവൻ തിരിച്ചു പോവുകയാണ്. കർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രം അനുസരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ നമുക്കിതെല്ലാം കാണിച്ചു തരുന്നത്. നമുക്കറിയാം, പത്രോസ്ലീഹ മീൻ പിടിക്കാനായി രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്നിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. കർത്താവ് അവിടെ കയറിയിട്ട് ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞപ്പോൾ മുക്കുവനായ പത്രോസിന് അത് നിഷേധിക്കാമായിരുന്നു. എന്നാൽ പത്രോസ് അവിടെ അനുസരിച്ചപ്പോഴാണ് അവിടെ വലിയ ഒരു റിസൾട്ട് ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നത്. അവരെല്ലാവരും നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? അനുസരണത്തിൻ്റെ മഹാത്മ്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഹന്ന, സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. അവർ പ്രാർത്ഥിച്ച് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം എന്നോണം സാമുവേലിനെ ഗർഭം ധരിക്കുകയാണ്. തുടർന്ന് അവൾ കർത്താവിനോട് വാക്ക് പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞ് മുലകുടി മാറിക്കഴിയുമ്പോൾ അവനെ കർത്താവിന് പരിപൂർണമായിട്ടും സമർപ്പിക്കുമെന്ന്. ഹന്ന കർത്താവിൻ്റെ മുൻപിൽ എടുത്ത ഈ സമർപ്പണത്തിന് പരിപൂർണമായിട്ടും അവൾ അനുസരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൾ അതനുസരിച്ച് കുഞ്ഞിനെ കർത്താവിനായിട്ട് സമർപ്പിക്കുകയാണ്, പുരോഹിതനെ ഏൽപ്പിക്കുകയാണ്. അവിടെ വലിയൊരു വില കൊടുക്കലുണ്ട്. ഹന്നായ്ക്ക് അത് ചെയ്യാതിരിക്കാം, എന്നാൽ അവളും നമുക്ക് അനുസരണത്തിൻ്റെ ഒരു മാതൃകയെ കാണിച്ചു തരുന്നത്. നമ്മുടെ പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് കടന്നു വരാം.
അമ്മ മാതാവ് നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവിടെ മറിയവും കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് പരിപൂർണമായിട്ടും അനുസരണം പ്രഖ്യാപിക്കുകയാണ്. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, ഞാൻ അതനുസരിക്കാൻ തയ്യാറാണ്. കർത്താവ് എന്തു പറയുന്നുവോ അതനുസരിക്കാൻ തയ്യാറാണെന്ന് കാണിച്ചു തന്ന ഒത്തിരിയേറെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തിനാ ഇതെല്ലാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു പാഠമാകാനായിട്ടാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സറേഫാത്തിലെ വിധവ, അവൾ അനുസരിച്ച് കാണിക്കുകയാണ്. കർത്താവ് അവളോട് ആവശ്യപ്പെട്ട വളരെ കഷ്ടപ്പെട്ട ആ ഒരു കാര്യം, അവളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവൾ അതനുസരിക്കുകയാണ്. കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഇസ്രായേലിൻ്റെ ദൈവമാണ് തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അവിടെ അനുസരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ നോഹ. അന്ന് വരെ മഴ എന്താണ്, പ്രളയം എന്താണെന്നൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അന്ന് വരെ കേൾക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അതിനെ പ്രതി എന്ത് ചെയ്യാനും, പെട്ടകം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയില്ലാത്ത കാര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ കൽപ്പനയാണ്, അതനുസരിക്കാൻ അവൻ തയ്യാറാവുകയായിരുന്നു. കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തൽ ഒക്കെ ഉണ്ട്. അനുസരണത്തിൻ്റെ ഒപ്പം പോകുന്ന കാര്യങ്ങളാണിതെല്ലാം. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റപ്പെടും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, കളിയാക്കലുകൾ ഉണ്ടാകും. എന്നാൽ അതിനെ ഒക്കെ തരണം ചെയ്ത് അനുസരണത്തെ മുറുകെ പിടിച്ച് നിന്നവരായിരുന്നു ഇവരെല്ലാവരും. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 28-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് അനുസരണവുമായി ബന്ധപ്പെട്ട് കർത്താവ് ശിഷ്യന്മാർക്കൊരു ഉപദേശം നൽകുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം, കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത ഉപദേശം എന്തായിരുന്നു? തൻ്റെ കൽപ്പന അനുസരിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കാനായിട്ടായിരുന്നു. കർത്താവ് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഈ അനുസരണം. അനുസരിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കാനാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ അനുസരണത്തിൻ്റെ ആ ഒരു തലം അതെവിടെയാണ് നിൽക്കുന്നത്? കർത്താവിൻ്റെ കൽപ്പനകളോട് എത്രമാത്രം അനുസരണം കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ഒരിക്കലും അത് എളുപ്പമുള്ള കാര്യമാണെന്ന് തിരുവചനം പറയുന്നില്ല. എങ്കിലും അതനുസരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടെന്നും തിരുവചനം പറയുന്നുണ്ട്. നമുക്ക് പഴയ നിയമത്തിൽ സാവൂൾ രാജാവിലേക്കൊന്ന് കടന്നു വരാം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായം, അവിടെ 13-ഉം 14-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാമുവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നീ അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കാകയാൽ തന്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സാവൂൾ രാജാവ് അദ്ദേഹം കർത്താവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു കഴിഞ്ഞ ഒരു സമയത്താണ് സാമുവേൽ പ്രവാചകൻ വന്ന് ഈ ഒരു ആഹ്വാനം നൽകുന്നത്. കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കാത്തതുകൊണ്ട് സാവൂൾ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് കർത്താവിൻ്റെ ഹിതാനുവർത്തിയായ, കർത്താവിനെ അനുസരിക്കുന്ന ഒരുവനെ കർത്താവ് ഉയർത്തുകയാണ്. അനുസരണത്തിന് അല്ലെങ്കിൽ അനുസരണക്കേടിന് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു തിരുവാക്യം. അനുസരിക്കുന്നവർക്ക് കർത്താവ് എപ്പോഴും ഐശ്വര്യമാണ് വാഗ്ദാനം ചെയ്യുന്നത്. കർത്താവ് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന തിരുവചനം എല്ലായ്പ്പോഴും നമുക്ക് സാക്ഷ്യം നൽകുന്നത്. എന്നാൽ അനുസരണക്കേടിന് അതിൻ്റെതായ ശിക്ഷകളുണ്ട്, അതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട്. അതാണ് സാവൂൾ രാജാവിനെ ആ രാജത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്നതായി നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി നമ്മൾ മാറണം.
സറേഫാത്തിലെ വിധവ, അവൾക്കൊന്നും അറിയില്ലായിരുന്നു. കർത്താവിൻ്റെ നിയമങ്ങളോ കർത്താവിനെ കുറിച്ച് തന്നെയോ അവൾക്ക് അധികമൊന്നും അറിയില്ലായിരുന്നു. ആദ്യം ഏലിയ പ്രവാചകൻ വന്ന് അപ്പം ചോദിക്കുമ്പോൾ അവൾ അത് നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയാണ്. അവൾ നല്ല വില കൊടുത്ത് തന്നെ അവൾ അവിടെ അനുസരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് ലഭിച്ച പ്രതിഫലം എന്തായിരുന്നു? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം അവിടെ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ആ സറേഫാത്തിലെ വിധവയും കുടുംബവും എന്ന് പറയുമ്പോൾ ആ ഒരു കൊച്ചുമകനും ഏലിയ പ്രവാചകനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. ആ ഒരു കർത്താവിന്റെ വാഗ്ദാനം എപ്പോഴാണ് അവൾ പ്രാപിച്ചത്? വില കൊടുത്ത് അനുസരിക്കാൻ തയ്യാറായപ്പോഴാണ് ആ വലിയ വാഗ്ദാനത്തിന് അവൾ അർഹയായിത്തീരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ചിന്തിക്കാം, കർത്താവിൻ്റെ കൽപ്പനകളെ നാം എത്രമാത്രം അനുസരിക്കുന്നുണ്ട്? വില കൊടുത്ത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ കർത്താവ് നൽകുന്ന ആ ഒരു ഉയർച്ചയെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അനുസരണയുള്ളവരായിരിക്കണമെന്ന കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും വില കൊടുത്ത് അനുസരിക്കാൻ ആ ഒരു കൃപ നമുക്ക് ചോദിച്ച് മേടിക്കാം. കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവ് നൽകിയ ഈ ഒരു ആഹ്വാനത്തിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അനുസരിക്കാൻ, എന്ത് വില കൊടുത്തും അനുസരിക്കാൻ സന്നദ്ധതയുള്ളവരായി നമുക്ക് മാറാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ കൃപയാൽ നിറയ്ക്കണമേ. അനുസരിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. കർത്താവിൻ്റെ കൽപ്പനകളെ എന്ത് വില കൊടുത്തും അനുസരിക്കാൻ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്നുവരെയും ഞങ്ങളെ അങ്ങ് നടത്തി, അങ്ങയുടെ വലിയ വഴികളെ, നടത്തലിൻ്റെ വഴികളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയുള്ള തുടർന്നുള്ള മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ അനുസരണത്തോടെ വർത്തിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നന്ദി ഈശോയെ. ഹല്ലേലൂയ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ഹല്ലേലൂയ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ഈശോയെ, അങ്ങ് നല്ലവനാണ്, അങ്ങ് എല്ലാറ്റിനും മതിയായവനാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്നയോളം ഞങ്ങളെ നടത്തിയ അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. വലിയ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഞങ്ങളുടെ പ്രിയ കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര വിശ്വസ്തൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സറേഫാത്തിലെ വിധവയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നമുക്കൊരുമിച്ച് പരസ്പരം പ്രോത്സാഹിച്ചുകൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.